അപ്പോൾ സമയം വൈകിട്ട് ഒരു 5:30 ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസിലേക്ക് മാറ്റിയ ഗ്രോ ബാഗൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ടെറസിലേക്ക് മാറ്റിയപ്പോൾ വെച്ച കൈപ്പയ്ക്ക തൈ. പിന്നെ നമ്മളിൽ വഴുതനങ്ങയുണ്ട്, തക്കാളി തൈ ഉണ്ട്, പിന്നെ മുളക് നമ്മളതിൽ 2 തരം വെറൈറ്റിയാണ് ഉള്ളത്. ഒന്ന് അതും പിന്നെ ഇതെന്ന് പറയുന്നത് കിഴക്കൻ മുളകാണ്. ഇതാണ് നമ്മൾ മണ്ണുത്തിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. പിന്നെ ഈ കാണുന്ന തൈ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നതാണ്. അപ്പോൾ അങ്ങനെ 2 തരം മുളകാണ് നമ്മുടെ കയ്യിലുള്ളത്. ചെറിയ രീതിയിലൊക്കെ വളങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജൈവവളമാണ് ഉദ്ദേശിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്കോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേഗം വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് 2 നേരം നനയ്ക്കൂട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിലാണ്, പകലൊക്കെ ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പോൾ 2 നേരം നനച്ചില്ലെങ്കിൽ എന്തായാലും അത് കരിഞ്ഞു പോവും. അപ്പോൾ 2 നേരം നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൈകളൊക്കെ നനയ്ക്കാനായിട്ട് ചേട്ടൻ പുതിയ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെറിയ രീതിയിലുള്ള കൃഷി രീതി സക്സസ് ആവുമെന്ന് നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.